ചേച്ചിയെ ഒരു 500-600 പേരെങ്കിലും വിളിച്ചിട്ടുണ്ടായി. ഒരു കല്യാണം നടത്തണ പോലെ ആ ശാന്ത ചേച്ചി നടത്തി. ഒരു 2 ആൺപിള്ളേരുണ്ടല്ലോ, തിരിഞ്ഞു പോലും നോക്കിയില്ല. സ്വന്തം ഭർത്താവിന്റെ ആവശ്യം ഇത്രയും ഗംഭീരമായിട്ട് നടത്തിയത് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഭർത്താവ് എങ്ങനെ മരിച്ചത് അത് പറയാൻ പോയാ ഇനിയിപ്പോ ഞാനൊന്നും പറയണില്ല. പിന്നെ ഭർത്താവ് എങ്ങനെ വേണേലും മരിക്കട്ടെ, പക്ഷെ ആ ചേച്ചി പരിപാടി നടത്തിയത് അടിപൊളിയായിട്ടാ, എനിക്കിഷ്ടായി. 500 പേരെ വിളിച്ചിട്ട് എത്ര പേര് വന്നു? 200 പേരെ വന്നെന്നുള്ള ഞാൻ അറിഞ്ഞത്. അതിപ്പോ സ്കൂളൊക്കെ തുറക്കണ സമയമല്ലേ, ചിലപ്പോ അതുകൊണ്ടൊക്കെ ഇരിക്കും ആരും വരാഞ്ഞ്. ഈ മഴ സമയത്ത് ആരെങ്കിലും കൊണ്ടുപോയിട്ട് 2 ടർപ്പായം വലിച്ചു കെട്ടിയിട്ട് അവിടെ പരിപാടി വെക്കോ? ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് നടത്തേണ്ടി. ഇതാണാ നീ വല്ല കേമമായിട്ട് പറയണ പരിപാടി നടത്തിന്ന്? എന്തൊക്കെയാണെങ്കിലും സദ്യ അതിഗംഭീരമായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സദ്യ. സദ്യയുടെ കേസൊന്നും പറയണ്ട. സാമ്പാർ ഒഴിച്ചിട്ട് അവിടെ പമ്പയാറാണ് ഒഴിയണമെന്ന് ഞാൻ അറിഞ്ഞല്ല. കഷ്ണം ഉണ്ടായിരുന്നു അതിനകത്ത്. പായസത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ഈ ഇലയിൽ ഒഴിച്ചിട്ട് അപ്പുറത്തെ ഇലയിലാണ് പോയി നിന്നെന്നാണല്ലോ അറിഞ്ഞത്. അതൊക്കെ പോട്ടെ, ഏതെങ്കിലും ആവശ്യത്തിന് പപ്പടത്തിന്റെ പേരിൽ അടിയുണ്ടാക്കിയ കഥ അറിഞ്ഞോ? അതുപോലും കൊടുക്കാൻ പറ്റാത്തതിനാണ് നീ ഇത്ര വലിയ കേമത്തരം പറയണത്. സദ്യ നല്ലതാണ്, സദ്യ നീ മര്യാദക്ക് നല്ല സദ്യ കഴിക്കാത്തോണ്ടാണ്. ചേച്ചി ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കണേണാ? ഞാൻ സത്യമാണ് പറഞ്ഞത്, കുറ്റമൊന്നും അല്ല. അങ്ങനെ സത്യം പറയണ്ട, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. പിന്നെ ചേച്ചിക്കറിയോ, ഈ ശാന്ത ചേച്ചി ഒറ്റയ്ക്ക് ഈ പരിപാടി നടത്തിന്ന് പറഞ്ഞില്ലേ? ഈ സദ്യയുടെയും ഇതിന്റെ കാര്യമല്ലേ പറഞ്ഞോളൂ. അവിടെ കരോക്കെ ഗാനമേള വരെയുണ്ടായി, വന്നവർക്ക് ബോറടിക്കാണ്ടിരിക്കെ. ഓ, കരോക്കയുടെ കാര്യമൊന്നും പറയണ്ട. പാട്ട് പാടിയവന്റെ പാട്ട് ഒരു വഴിക്കും കരോക്കെ ഒരു വഴിക്കുവാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അവന്റെ കൊരക്കിന് കുത്തിപ്പിടിക്കാനൊരു ഭാഗ്യം. ചേച്ചിയുടെ അടുത്ത് ഇതൊക്കെ വന്ന് പറഞ്ഞവനാണ് ആദ്യം തല്ലേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് അതിന്റെ ഒരു അടിയന്തരം ഇത്ര ഗംഭീരമായിട്ട് നടത്തിയ ശാന്ത ചേച്ചിക്ക് ഒരു അവാർഡ് കൊടുക്കണം. എടി, ഇവിടെ വേറെയും പെമ്പിള്ളേരുണ്ട് പരിപാടി നല്ല ഭംഗിയായിട്ട് നടത്തണത്. എന്തിനു പറയണ്? ഞാൻ നടത്തി കാണിച്ചു തരാം പരിപാടി. എന്റെ ചേട്ടനൊന്നും മരിക്കട്ടെ. മക്കളെ കണ്ടും മാമ്പ് കൊണ്ടും കൊതിക്കരുതെന്നാ പഴമക്കാര് പറയുന്നത്. അത് പഴമക്കാര് പറഞ്ഞൊരു ഡയലോഗാണ്. പക്ഷെ മക്കള് താങ്ങാകണം, തണലാകണമെന്നാണ് പുതിയ തലമുറ പറയുന്നത്. പക്ഷെ ഇപ്പൊ മക്കള് മിക്കവാറും തണലിലോട്ട് നേട് നല്ലതാണ്. പക്ഷേ നമ്മുടെ സദാശിവൻ ചേട്ടൻ അങ്ങനെയല്ല. അയ്യോ, സദാശിവചേട്ടൻ പുണ്യമല്ലേ. നമുക്ക് അയാളെ പരിചയപ്പെടാൻ കിട്ടിയതും അല്ലെങ്കിൽ അയാളെ കാണാൻ കഴിഞ്ഞതും അയാള് നമ്മുടെ ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും അഡ്മിൻ ആയതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യം. സത്യം എന്തല്ല അല്ലേ ചേട്ടാ നമ്മുടെ ഈ സദാശിവചേട്ടന്റെ വീട്? സദാശിവൻ ചേട്ടനാ? ആ, അയ്യോ, നമ്മുടെ സദാശിവൻ ചേട്ടന്റെ വീട് ഇവിടെയാണോ? ഇവിടെ അല്ല, അവിടെ ഒരാൾ ഇപ്പൊ ഉണ്ടായിരുന്നു. ഇതിലങ്ങോട്ട് പോയിട്ടേ 3ാമത്തെ വീടാണ് സദാശിവൻ ചേട്ടന്റെ വീട്. ഞാൻ പറഞ്ഞില്ല, ഇത് തന്നെയാണ് റൂട്ട്. എന്താണ് കാര്യം? എന്താണ്? സദാശിവചേട്ടൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ടാണ്. നമ്മുടെ ഒരു വാട്സപ്പിന്റെ ഒരു അഡ്മിനും കൂടിയാണ്. ആണാ? നിങ്ങൾക്ക് മാത്രമല്ല, ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്കും സദാശിവൻ ചേട്ടന്റെ ഒരു താങ്ങും തണലും ഒക്കെയാണ്. പുള്ളി എല്ലാ പരിസ്ഥിതി ദിനത്തിലും സാധാരണ എല്ലാവരും ഒരു മരമല്ല നടന്നത്. സദാശിവൻ ചേട്ടൻ ഒരു 10-16 മരമെങ്കിലും നടും. കഴിഞ്ഞ പ്രാവശ്യം 16 മരം നട്ട്. 16 മരം നട്ട്. അതിന്റെ പിറ്റേ വർഷം പുള്ളിയുടെ അച്ഛന്റെ 16 ആയിരുന്നല്ലേ? ആണല്ലേ? ഈ കണ്ട മരങ്ങളൊക്കെ പുള്ളി നട്ടല്ലേ? ഇതൊക്കെ പുള്ളി നട്ടാണോ? ഈ കാണണം മുഴുവനും പുള്ളി നട്ട മരങ്ങളാണ്. ഞങ്ങൾക്ക് ഒരു താങ്ങും തണലുമാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് കണ്ടെത്ത് പോകാൻ കരുതിയിട്ട്. പ്രഷർ, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാണ്. ഇതുപോലത്തെ ഒരു മനുഷ്യനല്ലേ? ആണല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ല, സദാശിവൻ ചേട്ടൻ പഞ്ചായത്തിന്റെ ഒരു അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കത് സുഹൃത്തായിട്ട് കിട്ടിയ നമ്മുടെ ഒരു വലിയ സന്തോഷം. ഇവിടുന്ന് അപ്പൊ എങ്ങനെ? ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് 3ാമത്തെ വളവ് കഴിയുമ്പോ കാണാട്ടാ. ശരി ചേട്ടാ. പോയാ? ഇല്ല, പോയിട്ടില്ല. അതാണ്. ഓക്കെ, ശരി. അപ്പൊ സാബു, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. അപ്പൊ നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറയും. അത് ചെയ്തില്ല എങ്കിൽ, എന്തെങ്കിലും വൈരാഗ്യം ഞങ്ങളോട് ഉണ്ടെങ്കിൽ വേറെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യരുത്. അല്ലെങ്കിൽ ചെയ്തോ, എല്ലാ പാർട്ടിക്കും വോട്ട് ചെയ്തോ. അപ്പൊ ഏതെങ്കിലും ഒന്നും നടക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ സാബു? അതാണ് സാറേ. നമസ്കാരം. നമ്മുടെ ഈ സദാശിവ മാഷിന്റെ വീട്? സദാശിവ മാഷിന്റെ വീട് ഇവിടുന്ന് ഒരു 4ാമത്തെ വീടാണ്. ഞാൻ പറഞ്ഞില്ലേ 4ാമത്? നിങ്ങൾ എന്താ പറഞ്ഞേ? സദാശിവ മാഷ്. സുഹൃത്ത്, ഇവിടെ വന്നിട്ട് സദാശിവ മാഷ് എന്ന് പറയരുത്. സർവശ്രീ സദാശിവ മാഷ്. ആരാണ്? സർവശ്രീ ചേർക്കണം. കാരണം അതിന് അത്രയ്ക്കും അർഹതപ്പെട്ട ഒരാളാണ് സദാശിവ മാഷ്. അറിയാം. ഞാൻ ഈ നാട്ടിലെ ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തനം അതും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, സദാശിവ മാഷ് എന്നൊരു നിസ്സാരക്കാരനല്ല. നമ്മുടെ ഈ നാട്ടില് ഒരു മനുഷ്യൻ ദിനപത്രം എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടില് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമ്മൾ സദാശിവ മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം ഈ നാട്ടിൽ അന്നു നടന്ന, ഈ ലോകത്ത് നടന്ന കാര്യങ്ങൾ നമ്മളെ വിശദീകരിക്കുന്നു. എന്ത് ചെയ്യുന്നു? വിശദീകരിക്കുന്നു. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. ഇവിടെ ഒരു ദിനപത്രം പോലും ഈ പഞ്ചായത്തിൽ ആരും എടുക്കുന്നില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠനായ ഒരു മനുഷ്യനെ ഒരു ജ്ഞാനപീഠം അവാർഡ് കൊടുത്ത് സ്വീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് ആദരിക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യണം? പറ്റുമെങ്കിൽ അടുത്ത ഇലക്ഷന് ഞങ്ങളുടെ പാർട്ടി ഏതാണെന്നൊക്കെ. വീട് ഇവിടുന്ന് 4ാമത്തെ വീടാണ്. ശരി കേട്ടോ, വളവ് തിരിഞ്ഞു പൊക്കോളൂ. ഇവിടുന്ന് 4ാമത്തെ വീട്. പൊക്കോളൂ. ഇവിടുന്ന് 4ാമത്തെ വീട് വിട്ടോളൂ കേട്ടോ. 4ാമത്തെ വീടാണ്.
നാലാമത്തെ അല്ലേ? യെസ്. സാബു ഒരു കാര്യം ചെയ്യും, സാബു പൊക്കോളൂ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ സദാശിവ മാഷിന്റെ വീട് മാഷിനോട് എടുത്താ ആരാണ് മാഷിനെ? ഞാൻ മാഷ് ഞങ്ങളുടെ ഒരു അഡ്മിനാണ്, നമ്മുടെ ഒരു വാട്സപ്പിന്റെ ഒരു അഡ്മിനാണ്. കണ്ടതിൽ സന്തോഷം. ഒരു ചായ പിടിച്ചിട്ട് പോവാം. ഇതാണ് വീട്. അല്ല, ഇതെന്റെ വീടാണ്, മാഷിന്റെ വീട് അപ്പുറത്താണ്. നമുക്ക് ഒരേ ചായ പിടിക്കാം. വേണ്ട, കുഴപ്പമില്ല, മാഷിനെ കണ്ടിട്ട് ഞങ്ങൾ വരാം. ആണല്ലേ? പക്ഷെ ഒരു 9 രൂപ ചോദിച്ചാലുണ്ടല്ലോ, 50 രൂപ എടുത്തന്നെ മാഷാണ് അങ്ങനെ. അല്ല അതറിയാം. ഈ നാട്ടില് ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിലൊക്കെ മാഷ് ഇടപെടും. അങ്ങോട്ട് നേരിട്ട് ചെന്ന് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചിട്ട് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ല, ഇടയിൽ പെടുകയും ചെയ്യും. അല്ല, അങ്ങനെയൊന്നും സാറ് മാഷ് അങ്ങനെ പെടാറൊന്നുമില്ല. പക്ഷെ ഈ മാഷിനെ പോലെ ഈ നാട്ടിൽ മാഷേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് വേറെ ആളെ കാണാൻ പറ്റില്ല കേട്ടോ. മാഷിനെ മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ഞങ്ങളൊന്നും മാഷിനൊന്നും കണ്ടിട്ടു. അപ്പൊ മാഷിന്റെ വീട് എവിടെയാണ്? മാഷിന്റെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നിട്ടേ വലത്തോട്ട് തിരിയരുത്, ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോൾ വലത്തോട്ട് തിരിയണം. അപ്പം വലത്തോട്ട് തിരിയരുതെന്ന്? അല്ല, അത് ഇവിടെ നിന്ന് ചെന്നപാടെ നിങ്ങൾ വലത്തോട്ട് തിരിയരുതെന്നാ പറഞ്ഞത്. പിന്നെ ഇടത്തോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ വലത്തോട്ട് തിരിയണം. പിന്നെ അവിടെ ചെന്നിട്ട് ആരോട് ചോദിച്ചാലും മാഷിന്റെ വീട് കാണിച്ചില്ല. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഒരു ജ്യൂസ് എങ്കിലും സന്തോഷം. മാഷിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ഇത്രയും. ഈ നാട്ടിൽ മാഷിനെ അന്വേഷിച്ച് ആര് വന്നാലും അത് മാഷിന്റെ അല്ല, ഞങ്ങളുടെ വീട് എത്തിക്കണം. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഈ സദാശിവ മാഷിന്റെ വീട് ഏത് സദാശിവനാണ്? ആർ സദാശിവനാണോ? ആറല്ല, ഒറ്റ സദാശിവനേ ഉള്ളൂ. അത് പുള്ളി പത്മശ്രീയോ സർവശ്രീ സദാശിവൻ. അയ്യോ, അത് ഇവിടെ അടുത്ത് തന്നെയാണ് ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രദേശത്ത് എല്ലാവർക്കും അറിയാൻ പറ്റും. മാഷിനെ അറിയാൻ വല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഞങ്ങള് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ കല്യാണം നടത്തിയത് മാഷാണ്. ഇത് മാത്രമല്ല, നമ്മുടെ അറിവിൽ എത്രയോ കല്യാണങ്ങള്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ മാഷിന്റെ. സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് സ്ഥലം കൊടുത്തിട്ട് വീട് പണി കയറി, പിന്നെ അസുഖം പിടിച്ച് കിടക്കുന്ന കുട്ടികളുടെ ചികിത്സക്കുള്ള അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ മാഷ് ചെയ്തിട്ട്. എന്റെ കല്യാണം നടത്തിയെന്ന് പറഞ്ഞില്ലേ? അയ്യോ, കല്യാണം നടക്കോ ഇല്ലേന്ന് ഓർത്തിട്ട് എന്റെ അച്ഛനെ എന്തോരം ടെൻഷൻ അടിച്ച് ചെന്നപ്പോഴാണെന്നറിയോ, സ്വർണ്ണൊക്കെ തന്നത് ഈ സദാശിവ മാഷാണ്. ഞങ്ങളുടെ കണ്ണാണ് സേവാണ്. എല്ലാരും പറഞ്ഞു ഇവിടെ നിന്ന് വന്നിട്ട് തിരിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് മൂന്നാമത്തെ രണ്ടാമത്തെ വീടാണെന്ന് പറഞ്ഞു. ഒരു വീട് ഇവിടെയാണ്, ഒരു വീട് അവിടെയുമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ പോണോ അല്ലെങ്കിൽ അവിടെ പോണോ? അത് ഇവിടെ പോയാൽ മതി. താമസിക്കണ ഇപ്പൊ അവിടെയാണ്. അപ്പൊ അവിടെ പോയി കാണാം. അവിടെ പോയി കാണാൻ പറ്റും. സന്തോഷം. ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്നാലും. അതെ, ഞങ്ങൾക്കും അതൊക്കെ തന്നെയാണ്. ശരിയാണ്. ശരിയാ. നമ്മൾ ഇറങ്ങി തിരിച്ചത് മാഷിനെ കാണാൻ വേണ്ടിയാണ്. പക്ഷെ എനിക്ക് ഈ യാത്ര മുന്നോട്ട് പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ മാഷിനെ കണ്ട എത്ര ദൂരം വന്നച്ച്? നമ്മൾ നല്ല ദൂരം താണ്ടിയാണ് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകണമെന്നാണ്. എന്താ മാഷിനെ കാണണ്ടേ? മാഷ് എനിക്ക് തോന്നണത് ഒന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ മരിച്ചു കാണും. ഈ ചോദിച്ചവർ എല്ലാരും പറഞ്ഞല്ലോ മാഷ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പിന്നെ എങ്ങനെയാ? എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഒരാളെ കുറിച്ച് മലയാളികൾ ഇത്ര അധികം പുകഴ്ത്തി പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചു കാണണം.